പണ്ടൊരു കാലത്ത്, അതായത് ഇന്നലെ, നമ്മുടെ കൊച്ചു കേരളത്തിലെ നമ്മുടെ സ്വന്തം ശശിയേട്ടന്റെ ചായക്കട. നല്ല രസമുള്ള തണുത്ത പന്നച്ചായ, മേശ തുടക്കാൻ പാകത്തിലുള്ള പഴംപൊരി, ചായക്കടയുടെ പ്രായത്തിലുള്ള പരിപ്പ് വട, പിന്നെ ആകെ ചൂടോടെയുള്ളത് പരദൂഷണമാണ്. അത് ശശിയേട്ടൻ വേണ്ടുവോളം കൊടുക്കുന്നുണ്ട്. ശശിയേട്ടൻ, നമ്മുടെ ലിസി ചേച്ചി ഇടക്കിടക്ക് ബാംഗ്ലൂരോട്ടൊക്കെ പോകും, ധ്യാനത്തിനോ മറ്റോ ആന്നൊക്കെയാ പറയാറ്. തന്നെ അതൊക്കെ ബാലന്റെ വേണം. ഫുൾ ടൈം വീട്ടില കൂളിയും തേവാരും, പിന്നെ ഇടയ്ക്കൊരു ആനന്ദസ്വാമിയുടെ വരവൊക്കെ ഉണ്ട്. ദർശനോ സാഷ്ടാംഗോ എന്തു അന്ന ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിയുന്നു? ഇടാവേ, അതല്ലേ ഇത് തുറന്നു വെച്ചോണ്ടിരിക്കുന്ന ഈ കട. അതൊക്കെ പണ്ട്, ഇപ്പോഴും ഉണ്ട്. ശശിയേട്ട ചായ ഉണ്ടോ? ഉണ്ട്. നിനക്കൊരു ഒന്നിന്റെ ചായ ഉണ്ട്. ശശിയേട്ടൻ രാവിലെ തന്നെ നല്ല കോമഡി ആണല്ലോ. എങ്ങനെ കലക്കി കുടിച്ചാ? എടാടാ, വട അവിടെ വെയ്, നിനക്കിവിടെ പറ്റില്ല. ഓ, ഇത് വടയായിരുന്ന? ഞാൻ വിചാരിച്ചു പേപ്പർ വെയിറ്റ് ആണെന്ന്. എന്തൊരു കട്ടി ഇതിന്! എന്തായാലും നിന്റെ പറ്റൂസ്തവത്തിന്റെ കട്ടിയില്ലല്ലോ. നിനക്കിനി ജോലിയൊന്നും ആയില്ലേടേ. ഓ, ജോലി ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവം സഹായിച്ച് നല്ല പണി കിട്ടുന്നുണ്ട്. ആ, പുട്ടും ദോശയൊന്നും ഇല്ലേ? ആ, പുട്ടും ദോശയൊക്കെ ഉണ്ട്, പക്ഷെ നിനക്കില്ല. ആ, എനിക്ക് വേണ്ട. ശശിയേട്ടൻ ഇവിടെ ജോലി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. പോടേ. അപ്പുക്കുട്ടാ, അടിച്ചടാ അടിച്ച്. നിനക്ക് ഓണം ബമ്പർ അടിച്ച് 25 ലക്ഷം സിംഗപ്പൂർ യാത്രയും. 25 ലക്ഷമാ? സിംഗപ്പൂർ യാത്രയാ? 25 ലക്ഷം? അപ്പുക്കുട്ടാ, ഒരു ചായ എടുക്കട്ടെ? അത് വേണ്ട. നിങ്ങളുടെ ഈ കട വാങ്ങിച്ച് ഇവിടെ ഒരു കുളം തോണ്ടി അതിന്റെ വെള്ളം എടുത്ത് ഞാൻ ചായ ഇട്ട് കുടിച്ചോളാം. ഗുഡ് ബൈ. ഞാനിതാ പോകുന്നു സിംഗപ്പൂരിലോട്ട്. വല്ലപ്പോഴും ഞാൻ കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ്, സിമ്പതിയുടെ പുറത്ത്, ഇങ്ങനെ സിമ്പതിയുടെ പുറത്ത് അയച്ചു തരാം എന്ന് പറയാൻ ഞാൻ മോഹൻലാൽ ഒന്നും അല്ല. ഗുഡ് ബൈ. ശശിയേട്ടന്റെ കബറിൽ ഒരു പിടി മണ്ണ് വാരിയിടാൻ പറ്റാത്ത വിഷമത്തോടെ അപ്പുക്കുട്ടൻ സിംഗപ്പൂരിലേക്ക്. അപ്പുക്കുട്ട, നീ സിംഗപ്പൂരിൽ പോയി നമ്മളെ ഒന്നും മറക്കില്ലല്ലോടാ? ഇല്ല, ഇപ്പം തന്നെ മറന്നേക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ദിസ് ഈസ് ദ ലാസ്റ്റ് കോൾ ഫോർ ഓൾ പാസഞ്ചേഴ്സ് ഫ്ലൈയിങ് ടു സിംഗപ്പൂർ ഓൺ നെവർ ഇന്ത്യ എയർലൈൻസ്. All passengers are requested to proceed to the check-in counter. The അപ്പുക്കുട്ടൻ ലോട്ടറി അടിച്ചു, ഗോയിങ് സിംഗപ്പൂർ. Okay. Passport ticket, please. ദാ പിടിച്ചോ. Sir, you're having excess weight, sir. Sorry, you have to pay 5,000 rupees fine, sir. 5,000 rupees-ആ? മാഡം, ലഗേജ് only 25 കിലോ. No, sir, not possible. You're allowed only 20 kg, sir. 5 kg extra. 5,000 rupees you have to pay, sir. ആഹാ, 5,000 rupees. ദാ ആ തടിച്ചേ കണ്ടില്ലേ? ഒരു 100 കിലോ എങ്കിലും കാണും. അവർക്കൊന്നും ഫൈൻ ഇല്ലേ? നമുക്കിട്ടാ പണി ഫൈൻ പോലും. ചേടാ, ഇതിപ്പോ ഇനി എന്തോ ചെയ്യും? പെട്ടെന്നാണ് അപ്പുക്കുട്ടൻ ഓർത്തത്. മാമുക്കോയ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത് പറഞ്ഞാ മതി. ആ, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനാണ് ഗഫൂർ കാ ദോസ്ത്. എന്റെ അല്ല, ഈ ഗഫൂർ കാ ദോസ്താണ്. എന്റെ പഠിച്ചോനി, ആ ബാഗിൽ തന്നെ
വന്നോളി. അപ്പുക്കുട്ടൻ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അപ്പോഴാണ് അവിടെ അതീവ സുന്ദരിയും ഫുൾസൈ കണ്ണുകളുള്ള അവൻ കണ്ടത്. അവളാണ് എയർ ഹോസ്റ്റസ് മിസ്സസ് സ്റ്റെല്ല. കണ്ണുകൾ ഇരണ്ടാൽ ഉൻ കണ്ണുകൾ ഇരണ്ടാൽ എന്നെ കട്ടി ഇഴുത്തായി ഇഴുത്തായി പോതാതെന ചിന്ന ചിരിപ്പിൽ ഒരു കള്ളച്ചിരിപ്പിൽ എന്നെ തള്ളിവിട്ട് മൂടി മறைத்தார். വണക്കം എല്ലാ അൻപാർന്ന பயணிகளுக்கும் நம்ம നെവർ ഇന്ത്യ എയർലൈൻസിലേക്ക് സ്വാഗതം. எல்லாரும் அவங்க பசங்களை பிடிச்சு சீட்ல உட்கார வைக்குங்க. அப்புறம் சீட் பெல்ட் நல்லா போடுங்க. விமானத்துல 2 சைடுலயும் 4 கதவு இருக்கு. 2 முன்னாடி 2 பின்னாடி. காற்று முன்னாடில இருந்து வந்து அப்படியே பின்னாடி கதவுல இருந்து போயிடும். விமானம் பறக்கும்போது குலுக்கமுண்டாயால் ஆக்சிஜன் மாஸ்க் தானே வரும். முதல்ல நீங்க மூஞ்சில போடுங்க. அப்புறம் கூட இருக்கிறவங்க மூஞ்சில போடுங்க. பின்ன விமானம் കുലുങ്ങിയില്ലെങ്കിൽ നിങ്ങളായിട്ട് അതിനെ കുലുക്കരുത്. നിങ്ങളുടെ സീറ്റിന്റെ താഴെ സേഫ്റ്റി ജാക്കറ്റ് ഉണ്ട്, അതിനെ തൊട്ടുപോകരുത്. പിന്നെ കാണാം. നന്ദി, നമസ്കാരം, ടാറ്റ. This is your captain, ladies and gentlemen, and we are starting our descent to Singapore. The climate outside is 25 degrees Celsius and the local time in Singapore is 8 a.m. The breaking news in Singapore is that a bicycle has been reported stolen and 3 Malayalis have been suspected. Mr. Thomas Kuti, Mr. Ibrahim Kuti, and Mr. Christian Kuti. They have been arrested for spitting on the neighbor's door as well. Hope you enjoyed your flight on Never India Airlines, else we can take you back for free. സ്റ്റെല്ല എന്താ കുട്ടാ? സ്റ്റെല്ല, ഈ സിംഗപ്പൂരില് ഫുൾ ക്രിക്കറ്റ് കളിയാണല്ലേ? എന്തേ? കണ്ടില്ലേ, 3 വലിയ വിക്കറ്റും അതിന്റെ മുകളിൽ ഒരു ബെയിൽസും. എടോ മണ്ടൂസേ, 3 വിക്കറ്റും ബെയിൽസും പോലും. എടോ, അതാണ് ഈ സിംഗപ്പൂരിന്റെ മറീന ബേ സാൻഡ്സ്. അടങ്ങിയിരിക്കി, ലാൻഡ് ആവാനായി. ഓ, ഈ മാഡം, യു ആർ വെരി വെരി നോട്ടി. അങ്ങനെ അപ്പുക്കുട്ടൻ സിംഗപ്പൂരിലെത്തി. അപ്പുക്കുട്ടൻ ആദ്യം തന്നെ ഓർച്ചർഡ് റോഡിലെ ഒരു 5 സ്റ്റാർ ബാറിലോട്ട് കയറി. വെയിറ്റർ, മൈ നെയിം അപ്പുക്കുട്ടൻ. Can I have one beer? Can. എടോ, can അല്ല, ബോട്ടിൽ ബീർ. ബോട്ടിൽ ഓൾസോ ക്യാൻ വാ. ഇവിടെ ബോട്ടിലും ക്യാനാണ്. ക്യാൻ എങ്കിൽ ക്യാൻ. അപ്പുക്കുട്ടൻ അടിച്ചു ഫിറ്റായി. പതിവ് പോലെ മൂത്രശങ്ക. കണ്ടതോ സിംഗപ്പൂരിലെ ഏറ്റവും പുതിയ മോളിലെ തിളങ്ങുന്ന മതിൽ. ഇവിടെ ഒഴിച്ചാ പോലീസ് പിടിക്കുവേ. ഇത്ര വെള്ളം അടിച്ച യാത് പോലീസുകാരനും മുള്ളി പോകും. അപ്പുക്കുട്ടൻ മുള്ളി. സിംഗപ്പൂരിലെ പോലീസ് അപ്പുക്കുട്ടന്റെ പുറത്ത് കയറി തുള്ളി. അങ്ങനെ സിംഗപ്പൂർ കഥകളും ഉളുക്കുകളുമായി അപ്പുക്കുട്ടൻ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. നേരെ പോയതോ ശശിയേട്ടന്റെ ചായക്കടയിലോട്ട്. ഡേ അപ്പുക്കുട്ട, നീ ആകെ കോലം കിട്ടു പോലടേ. എന്നാ ഒരു വട അടി. ഇതൊക്കെ എന്തോന്ന് വട? സിംഗപ്പൂരിലെ വടയാണ് ശരിയായ വട. ഡേ, നീ അറിഞ്ഞ നമ്മുടെ മുജീബ് ദുബായിൽ നിന്നെത്തി. എന്റെ പുതിയ വീട് കണ്ട? ഇതൊക്കെ എന്തോന്ന് വീട്? സിംഗപ്പൂരിലെ വീടാണ് ശരിയായ വീട്. ഓ ശരി, സന്ധ്യയായി, കട പൂട്ടാനായി. ഇന്ന് വെളുത്താണ്. ചന്ദ്രമള്ളക്കാര് പറഞ്ഞണ്ട. ഇതൊക്കെ എന്തോന്ന് ചന്ദ്രൻ? സിംഗപ്പൂരിലെ ചന്ദ്രനാണ് ശരിയായ ചന്ദ്രൻ.
ചന്ദ്രൻ എല്ലായിടത്തും ഒന്നാണ്ടാ ഒരപ്പുകൂട്ടൻ. ഇതൊക്കെ എന്തോന്ന് അടി? സിംഗപ്പൂരിലെ അടിയാണ് ശരിയായ അടി.